മെറ്റൽ സ്റ്റെയർ കേസിന്റെ സ്ട്രക്ചർ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജ് ആണുള്ളത്. ഇതിൽ സിംഗിൾ സ്ട്രിങ് മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാം, സെൻറ്ററിലൂടെ ഒരൊറ്റ ട്യൂബ് കൊടുത്ത് ചെയ്യുന്ന മോഡലിനെയാണ് നമ്മൾ സിംഗിൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഡബിൾ സ്ട്രിങ്ങും ഫ്ലോട്ട് ടൈപ്പും അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഈ സിംഗിൾ സ്ട്രിങ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, ഇതിന് ഉപയോഗിച്ച പൈപ്പുകൾ ഏതൊക്കെയാണ്, പ്ലേറ്റിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ സ്റ്റാർട്ടിങ് വരുന്ന ഭാഗത്ത് ഇവിടെ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അത് താഴോട്ട് കുറച്ച് കുഴി എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അല്ലാത്ത രീതിയിൽ നമുക്ക് ബേസ് പ്ലേറ്റ് ആയിട്ട് മെറ്റലിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ട് നന്നായിട്ട് കെമിക്കൽ ആങ്കർ ചെയ്താലും അത് നല്ല ഫിക്സിങ് കിട്ടും. പക്ഷെ നമ്മൾ ഓരോ സൈറ്റിലും അവിടെ യോജിച്ച എന്താണ് അതിനനുസരിച്ചാണ് അവിടെ ചെയ്യുന്നത്. ഇത് സിംഗിൾ സ്ട്രിങ്ങിൽ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ബീമിന് അല്ലെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ കൂടെ പോയ പൈപ്പിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ്. 5 ഇഞ്ചിൻ്റെ MS ട്യൂബാണ്. ഈ പ്ലേറ്റ് 10 mm തിക്നെസ്സിൽ വരുന്ന ലേസർ കട്ട് ചെയ്തെടുത്ത പ്ലേറ്റാണ്. ലേസർ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അതുപോലെ ഇതിൽ ഹോൾസ് അടിച്ചിട്ടുണ്ട് നമ്മൾ വുഡ് പിന്നീട് വരുമ്പോൾ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓൾറെഡി 2 ലാൻഡിങ് കോൺക്രീറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് സ്റ്റെപ്പിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പിലുള്ള ഹൈറ്റുകൾ റേസർ എന്ന് പറയുന്ന റേസർ നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും ഇവിടെ. കാരണം ലാൻഡിങ് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് താഴോട്ടുള്ള അളവുകളൊക്കെ നമുക്ക് ഈക്വൽ ചെയ്ത് ചെയ്യാനേ ഇവിടെ പറ്റുള്ളൂ. അതുപോലെ തന്നെ മുകളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ഈ ഒരു റേസറിൽ ഒരു 15 സെൻറ്റിമീറ്റർ ആണ്. അതിന് തൊട്ട് താഴെ നമുക്ക് 17 സംതിങ് ഒക്കെ വന്നിട്ടുണ്ട് റേസർ. ശരിക്കും ഒരു 16 സെൻറ്റിമീറ്റർ വരെ റേസർ കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഓൾറെഡി ലാൻഡിങ് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പാടില്ല. ശരിക്കും മെറ്റൽ സ്റ്റെയർ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലാൻഡിങ് ചെയ്ത് വെക്കരുത്. ലാൻഡിങ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഓൾറെഡി കറക്റ്റ് റേസർ എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ലാൻഡിങ് നമ്മൾ ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ആ ത്രെഡ് കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലാബ്. ഇതൊക്കെ പ്ലാനിങ് നമ്മൾ മെറ്റൽ സ്റ്റെയർ കേസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒന്നെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളുമായിട്ട് നന്നായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ലാൻഡിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെയിൻ സ്റ്റെയർ അല്ലാതെ ഇവിടെ പുറത്തൊരു സെക്കൻഡറി സ്റ്റെയറും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് മുകളിലുള്ള റൂമിലോട്ടുള്ള ഒരു എൻട്രിയാണ്. ആ റൂമിക്ക് ഒരിക്കലും അകത്തു കൂടെ എൻട്രി ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നുള്ളൊരു എൻട്രി നമ്മൾ സെറ്റ് ചെയ്തതാണ് ഔട്ട് സൈഡ് സ്റ്റെയർ ആയിട്ട്. ഇത് കംപ്ലീറ്റ് നമ്മൾ MS തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നീട് റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡബിൾ സ്ട്രിങ് മോഡലാണ്. 2 സപ്പോർട്ട് ഇതിന് താഴത്തു കൂടെ വരുന്നുണ്ട്. ഈ ഒരു റൂം എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് റൂമാണ്. ഇതിന് അകത്തു കൂടെ എൻട്രി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെയർ പുറത്തുനിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചെറിയ രീതിയിലുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഒരു ബിസിനസ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ വരവ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ സർവീസ് സ്റ്റെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് സ്റ്റെയർ ചെയ്യുന്ന പോലെ ഇതുപോലെ വളരെ തിക്നെസ് കുറഞ്ഞിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് കുറച്ച് തിക്നെസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു മെയിൻ സ്റ്റെയർ രൂപത്തിൽ തന്നെ അവർക്ക് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള ഒരു സ്റ്റെയർ തന്നെയാണ്. ഇതിന് 2 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് മെയിൻ സപ്പോർട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഷോവാൾ മാത്രമാണ്. ഷോവാളിലാണ് നമ്മൾ ലാൻഡിങ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഷോവാളിൽ മാത്രം കൊടുക്കുമ്പോൾ ഫുൾ ലോഡ് അതിൽ വരുന്നതുകൊണ്ട് നമ്മൾ 2 സപ്പോർട്ടും കൂടെ അഡീഷണൽ താഴോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഷോവാളിൽ മാത്രമാണ് ഇതിൻ്റെ മൊത്തം ലോഡ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ 2 സപ്പോർട്ട് അവിടെ കൊടുക്കാൻ കാരണം. ഹാൻഡ് റെയിൽ പിന്നീട് ഇവിടെ ഗ്ലാസ് ഹാൻഡ് റെയിലും കൂടെ വരാനുണ്ട്. ആ ഗ്ലാസ് ഹാൻഡ് റെയിൽ വരുമ്പോഴാണ് ഈ ഹാൻഡ് റെയിലും ഈ ഗ്ലാസ് ഹാൻഡ് റെയിലും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ചെയ്യുന്നത്. ഏകദേശം ഒരു 3.50 മീറ്ററോളം ഹൈറ്റ് ഉള്ള ഒരു ഏരിയയാണ്. മുറ്റത്തുനിന്ന് 3.5 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇതിലെല്ലാം നമ്മൾ ബ്ലാക്ക് പ്രൈമർ ഫിനിഷാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ പെയിൻറ്റിങ് എല്ലാം ചെയ്യാനുള്ള ഒരു സൈറ്റും കൂടിയാണ്. ഇതിൽ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരുന്ന നേരത്തെ നമ്മൾ മെയിൻ സ്റ്റെയറിൽ നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് MS പ്ലേറ്റ് ആണെങ്കിൽ ഇത് MS തന്നെ 3/4 അല്ലെങ്കിൽ 1.25 സ്ക്വയർ ട്യൂബ് വെച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റെപ്പാണ്.